ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഗാതമാടത്തിനെ നല്ല വിഷമമായി കാണും. അതിനെന്താ? ആ വിഷമം മാറ്റണം. അതിന് വേറെ ആളെ നോക്കണം. എനിക്കത്ര കുട്ടിക്കളിക്കുന്ന സമയമില്ല. അങ്ങനെ കുട്ടികൾക്ക് സമയമില്ലാത്തവരെ പ്രേമിക്കാൻ നിൽക്കരുത്. നിങ്ങളിങ്ങനെ മീറ്റ് ചെയ്യുന്നത് ശരിയല്ല. എന്താ? അല്ല, ഈ നിൽക്കുന്ന മമ്മിയുടെ സ്ഥാനത്ത് സെറ്റുമുണ്ടൊക്കെ എടുത്ത് മുടിയൊക്കെ നരച്ചു നിൽക്കുന്ന ഒരു തറവാട്ട് മുത്തശ്ശിയെ ഞാനൊന്ന് സങ്കല്പിച്ചു നോക്കിയതാ. അവർക്കാണല്ലോ ഇങ്ങനത്തെ ഈ ഓൾഡ് സിസ്റ്റം ഒക്കെ. എന്റെ മമ്മി ഇപ്പോഴത്തെ ചേഞ്ച് ഒന്നും മമ്മി കാണുന്നില്ല. ഞാനും നവീനും തമ്മിൽ ഒന്നിച്ചു പോയാ എന്താ കുഴപ്പം? ആർക്കാ കുഴപ്പം? നവീൻ, പിക്കപ്പ് പിക്കപ്പ്. ഫോൺ എടുക്കുന്നില്ലല്ലോ. ഹലോ, ഞാൻ എത്ര നേരമായി വിളിക്കുന്നു, എന്താ ഫോൺ എടുക്കാത്തെ? ഐ എം സോറി, ഫോൺ സൈലന്റിലായിരുന്നു. നവീൻ ഇപ്പൊ എവിടെയുണ്ട്? ഞാൻ ഒരു യാത്രയിലാണ്, ഒരു ബിസിനസ് മീറ്റിംഗ്. എനിക്ക് ഇപ്പൊ നവീനെ കാണണം. എവിടെയുണ്ട്? ഗത, ഞാൻ പറഞ്ഞല്ലോ മീറ്റിംഗിന്റെ കാര്യം. നോ നവീൻ, എനിക്കിപ്പോ നവീനെ കണ്ടേ പറ്റൂ. നവീൻ എവിടെയായാലും വണ്ടി ഇപ്പൊ അവിടെ സ്റ്റോപ്പ് ചെയ്യേ, ഞാൻ അങ്ങോട്ട് വന്നോളാം. ഗാഥ പ്ലീസ്. ഞാൻ നവീനെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ. എനിക്ക് കണ്ടേ പറ്റൂന്ന് പറഞ്ഞാ അതിലൊരു മാറ്റമില്ല. നവീൻ നവീൻ, ഇത് കണ്ടോ മമ്മി? ഏതോ ബിസിനസ് മീറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് എന്റെ കോള് കട്ട് ചെയ്തു. അതിനെന്താ? അതിനെന്താന്നോ, എനിക്ക് നവീനെ കാണുന്നു തോന്നുമ്പോ കാണണ്ടേ? എന്ത് തിരക്കുണ്ടായാലും നവീൻ അത് മാറ്റി വെക്കണ്ടേ? ഇനിയിപ്പോ പറഞ്ഞിട്ടെന്താ? മോള് മുകളിലേക്ക് ചെല്ലും. നോ, ഞാൻ പുറത്തേക്ക് തന്നെയാ പോന്നെ. കാണാൻ ഇത്ര ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ കണ്ടിട്ടേ അടങ്ങും. മോളെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. മമ്മി ഒന്നും പറയണ്ട, ഇക്കാര്യം ഞാൻ പരിഹരിച്ചോളാം. ഓക്കേ? ഓരോ ദിവസം കഴിയുന്തോറും നവീനോടുള്ള അഡിക്ഷൻ അവൾക്ക് കൂടി വരിക. എനിക്കറിയില്ല എങ്ങനെ ഇതൊന്ന് വേർപെടുത്താന്ന്. എന്തെങ്കിലും ഒരു മാർഗം മാഡത്തിന്റെ മുമ്പിൽ വരും. മാഡം ഇന്നുവരെ ഒരിടത്തും തോറ്റിട്ടില്ലല്ലോ. എന്താ? ഒരു 100 കൂട്ടം പണി ഏൽപ്പിച്ചിരിക്കാം. അതിനിടയില് സിറ്റി പോയി ദാ ഈ പെർഫ്യൂം വാങ്ങണം. എനിക്ക് കട പോലും അറിയില്ല. നീ ഒന്ന് വാങ്ങിക്കൊണ്ട് വരുമോ മോളെ? അതിനെന്താ, ഞാൻ വാങ്ങിക്കൊണ്ട് വരാലോ. ചേച്ചിയുടെ മുഖത്തൊരു തുള്ളി രക്തമില്ലല്ലോ. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കണം കേട്ടോ. ഊറ്റി കുടിക്കല്ലേ? ആരാ, സിത്താരമ്മേടാണോ? അല്ല, വേറൊരു കുട്ടിപ്പിശാശുണ്ടല്ലോ ഇവിടെ. സുനന്ദേ, സുനന്ദേ, എന്തേത്? ആരേത് പൊട്ടിച്ചത്?
ഇതിവിടെ വീണ് കിടക്കുന്ന നീ കണ്ടില്ലേ? അത് മാഡം, എന്ത് പറഞ്ഞാലും ഇങ്ങനെ അത് മാഡം ഇത് മാഡം എന്ന് പറഞ്ഞോണ്ടിരുന്ന പോരാ. കൃത്യമായിട്ടുള്ള ആൻസർ പറയണം. പറഞ്ഞ ജോലികളൊക്കെ ചെയ്തു തീർത്തോ? തീരാറായി. പെർഫ്യൂം വാങ്ങാൻ പോയില്ലേ? ഇപ്പൊ തന്നെ പോവാം. എനിക്കിങ്ങനെ എപ്പോഴും വന്ന് ചോദിക്കാനാവില്ല. ഇത് ക്ലീൻ ചെയ്യാൻ മറക്കണ്ട. വാ 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 വാ. പോയി. ഇത് കണ്ടോ മോളെ, ഇതാ അവസ്ഥ. ദേ, നീ ഒന്ന് പോയി പെട്ടെന്ന് വാങ്ങിച്ചിട്ട് വാ. ഞാൻ ഇതിട്ടിട്ട് എങ്ങനെ പോവാനാ? ഹോ, എങ്ങനെയെങ്കിലും ഇത് കൊണ്ടുവന്നില്ലെങ്കിലേ 2 എണ്ണം കൂടി എന്നെ കൊല്ലും. ആ മോളെ, ഞാൻ സിത്താര മാഡത്തിന്റെ മോളുടെ ഡ്രസ്സ് എടുത്ത് തരട്ടെ, അലക്കാനിട്ടിരിക്കുന്നത്. ആ അയ്യോ, അതൊന്നും എനിക്ക് വേണ്ട. വേറൊരു മാർഗമില്ലടി. നീ പോയി വന്നിട്ട് മാറ്റി അവിടെ തന്നെ ഇട്ടേക്കാം. എന്തോ എന്റെ സ്വയം ചേച്ചി. ഒന്ന് സമ്മതിക്കും മോളെ. ഗാതമാടത്തിനെ നല്ല വിഷമമായി കാണും. അതിനെന്താ? ആ വിഷമം മാറ്റണം. അതിന് വേറെ ആളെ നോക്കണം. എനിക്കത്ര കുട്ടിക്കളിക്കൊന്നും സമയമില്ല. അങ്ങനെ കുട്ടികൾക്ക് സമയമില്ലാത്തവരെ പ്രേമിക്കാൻ നിൽക്കരുത്. ഒന്ന് വിളിച്ച് ആശ്വസിപ്പീ സാറേ, അതല്ലേ ഒരു മര്യാദ. അതൊക്കെ വേണോ? എന്റെ സാറേ, നമുക്ക് വേറെ എന്ത് കാര്യവും സ്റ്റാൻഡേർഡ് ആയിട്ട് ചിന്തിക്കാം. പക്ഷേ പ്രേമത്തിന്റെ കാര്യത്തില് അത് പറ്റില്ല. അതല്പം പൈങ്കിളി ആയാലേ പറ്റൂ. പെണ്ണുങ്ങളൊന്ന് മുഖം വീർപ്പിച്ചിരിക്കുമ്പോ നമ്മളൊന്ന് അയഞ്ഞു കൊടുക്കണം. അതാ അതിന് ശരി. വലിയ എക്സ്പീരിയൻസിലാണല്ലോ താൻ പറയുന്നത്. എന്നിട്ട് തനിക്കെന്താ പെണ്ണ് കിട്ടാത്തെ? തൽക്കാലം എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. എന്റെ പെണ്ണ് കാണാനും കല്യാണവും ഒക്കെ സാറ് കൃത്യമായിട്ട് മുടക്കുന്നുണ്ടല്ലോ. സാർ ഒന്ന് വിളിക്കാൻ നോക്ക്. വിളിക്ക്. കട്ട് ചെയ്തു. അപ്പൊ കടുത്ത പിണക്കത്തെയാണല്ലേ സാറേ. നമുക്കൊരു കാര്യം ചെയ്താലോ? എന്താ? മീറ്റിങ്ങിന് നമുക്ക് ഇനിയും സമയമുണ്ട്. ഗാതമാടത്തിന്റെ വീട് നമ്മൾ പോകുന്ന വഴിക്കല്ലേ, നമുക്ക് അവിടെ ഒന്ന് കയറാം. എന്നിട്ട് ഒരു കോംപ്രമൈസ്. സാർ അങ്ങോട്ട് ചെന്ന് കാണുന്നു എന്ന് പറയുമ്പോ ഗാതമാടത്തിന്റെ പിണക്കമൊക്കെ ഈ കാറ്റില് പൊടിപാറുന്ന പോലെ അങ്ങ് പൊക്കോളൂന്നേ. താൻ എന്നെ തനി പൈങ്കിലാക്കി അടങ്ങും അല്ലോടെ മണിക്കുഞ്ഞ്. വേറെ ആരോടാ സാറേ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുക? ഇതൊരു രസമല്ലേ?